ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരുപാട് വിഷയങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് ഇന്നലെ ഇന്നുമൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. കൂടുതൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സി വിവാദം പെട്ടെന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. മാഞ്ഞു പോകുന്നില്ല. അത് മെസ്സിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് മാഞ്ഞുപോയതിന് പ്രധാനപ്പെട്ട കാരണം ED അപ്രതീക്ഷിതമായി തന്നെ ഒരു റെയ്ഡ് കോഴിക്കോട് മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്നു. കോഴിക്കോട് മാത്രം. തിരുവനന്തപുരത്തെ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടെന്ന് വന്നെങ്കിലും അവസാനം ഇത് കോഴിക്കോട് മാത്രമാണ്. തിരുവനന്തപുരത്തെ ഈ കോർപ്പറേഷനിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ED റെയ്ഡുകൾ നടക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു കഥകളൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങൾ അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. എല്ലാം തീർന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ട് തന്നെ ഇത് കോംപ്ലിമെന്റ്സ് ആയി എന്ന് CPM വിചാരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നത്. കോഴിക്കോട് CPMന്റെ വിശാല സംസ്ഥാന സമിതി എങ്ങനെ പാർട്ടി നേരെയാക്കാം, അല്ലെങ്കിൽ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, നന്നാക്കാം എന്നൊക്കെ പറയുന്ന ചർച്ച സെപ്റ്റംബർ മാസത്തിൽ ചേരാൻ വേണ്ടി വിശാല സംസ്ഥാന സമിതി കോഴിക്കോടാണ് ചേരാൻ പോകുന്നത്. അപ്പം കോഴിക്കോട് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ അത് വലിയൊരു സമ്മേളനമാക്കി മാറ്റാനാണ് CPM പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ സമ്മേളനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കിടയിൽ പെട്ടെന്നാണ് ഇടിത്തീ പോലെ ED CPMന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ, അതായത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെ വീട്ടിലും ഓഫീസിലും, അതേപോലെ ഈ സംസ്ഥാന സമിതി അവിടെ വിശാല സംസ്ഥാന സമിതി അവിടെ ഉദ്ദേശിച്ച തന്നെ റിയാസിന്റെ ഒരു സ്വാധീനം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ റിയാസിന്റെ ഒരു സ്വാധീനം കാണിക്കാൻ വേണ്ടി കൂടിയാണ്. പക്ഷേ റിയാസിന്റെ വിശ്വസ്തരെല്ലാം സംശയത്തിന്റെ നിഴലിലാക്കുന്ന തരത്തിലാണ് ED ഇറച്ചി കയറിയത്. അത് വലിയ വളരെ നാടകീയമായിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ അവര് കേന്ദ്രസേനയുടെ സഹായത്തോട് പോലീസിനെ അറിയിച്ചിരുന്നില്ല. സംസ്ഥാന ഇന്റലിജൻസിന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. ആകപ്പാടെ ഒരു വിഷമസ്ഥിതിയിലാണ്. എന്താണ് EDക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് CPM ഇത്രയും, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിന് ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ കാരണം ഇന്നലെ ED ഇറക്കിയ പത്രക്കുറിപ്പാണ്. സാധാരണ ED അത്തരം പത്രക്കുറിപ്പുകൾ അങ്ങനെ ഇറക്കുന്ന ഒരു പതിവുള്ളതല്ല. ഇത്രയും വിശദമായ ഒരു പത്രക്കുറിപ്പ് അപൂർവം. വിശദമായിട്ടല്ല, അതൊരു പേജ് കേസ്. ഇപ്പം കേരള പോലീസ് തന്നെ ഒരു കേസ് പിടിച്ചാൽ ഇപ്പം കരുവാറ്റയിലെ കേസിൽ അവിടുത്തെ SP പത്രസമ്മേളനം നടത്തി വളരെ വിശദമായി തന്നെ പറഞ്ഞു. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ കേസിന്റെ അവരെ അന്വേഷണ പുരോഗതി പൊതുജനങ്ങളെ അറിയിക്കുന്ന രീതിയുണ്ട്. അത് തന്നെയാണ് ED ചെയ്തത്. അതിൽ വേറെ അസ്വാഭാവികത അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും അറിയിക്കണം. അതെ, അത് ഇത് അറിയിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ മുഹമ്മദ് റിയാസ് നടത്തിയ ഒരു പത്രസമ്മേളനമാണ്. EDക്ക് ഒന്നും കാര്യമായി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം മുമ്പ് ആദ്യത്തെ തിരുവനന്തപുരത്ത് പറഞ്ഞ എന്താണ്, ഇത് സംഘപരിവാർ ഗൂഢാലോചനയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇന്നലെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ED റെയ്ഡ് നടത്തിയിട്ട് പോയി ഒരു പുല്ലും കിട്ടിയിട്ടില്ല എന്ന തരത്തിലാണ്. മാത്രമല്ല ഈ വീണ തെക്കൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭയായ ഒരു സംരംഭകയാണ്, മിടുക്കിയാണ്, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മുടെ ബെർലിൻ കുഞ്ഞൻ നായർ ആത്മാതാവായിച്ച അതെ, ഞങ്ങൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് EDക്ക് ഒന്നും കിട്ടിയില്ല, EDയുടെ കയ്യിൽ തെളിവൊന്നുമില്ല എന്ന് പറയുന്നിടത്തെന്നാണ് ഈ വൈകുന്നേരത്തെ പത്രക്കുറിപ്പ് ED ഇറക്കാൻ കാരണമെന്നാണ്. കാര്യം ED വെറുതെ വന്നു പോകുന്നു എന്ന തരത്തിലേക്ക് വന്നപ്പം EDക്കും പൊതുസമൂഹത്തിനോട് വിശദീകരിക്കേണ്ടി വന്നു. അങ്ങനെയല്ല. മാത്രമല്ല, ഒരു രമേശ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മുടെ പല സ്റ്റോറിയുടെ താഴെ വന്ന് പലരും കമൻറ്റ് ഇടുന്നുണ്ട്, വീഡിയോയുടെ താഴെ. എന്തായി നിങ്ങൾ പിന്നെ ഈ പിണറായിയുടെ കുടുംബത്തെ നിങ്ങൾ ജയിലിലാക്കി, നിങ്ങൾ കുറേ കാലം വീമ്പടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ED അതുവഴി പോയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരന്തരമായി കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒരാളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് ഒരു സിം എടുത്ത് വിദേശ കോളുകളും ഇന്റർനെറ്റ് കോളുകളും ഒക്കെ വിളിച്ചു എന്നുള്ള ആരോപണമാണ്. അത് വളരെ ഗുരുതരമായ പ്രശ്നമല്ലേ. അത് വേറൊരാളുടെ പേരിൽ സിം എടുക്കുന്നു, അയാൾ പറയുന്നു ഇത് എൻ്റെ അടുത്ത് പിന്നെ ഇയാൾ മുഹമ്മദ് റിയാസും വീണയും പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അതാണ് ആ ഒരു സിം കാർഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഊരാക്കുടുക്കായി മാറും. മാത്രമല്ല ഇവർ മൊബൈലല്ല ഇത് ഉപയോഗിച്ചിട്ടുള്ളത്, നെറ്റിൻ്റെ റൗട്ടറിലാണ്. ഇത് ഇന്റർനെറ്റ് കോള് നടത്താൻ വേണ്ടി ഉപയോഗിച്ചാണ്, പിടിക്കാതിരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന അനധികൃതമായ പ്രവർത്തനങ്ങൾ പിടിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഈസി വഴിയായിരുന്നു. അവരെ ബുദ്ധി ഉപദേശം കൊടുത്തായിരിക്കും അവർക്ക് എന്തായാലും. എന്നാലും ആ ഒരു സിം കാർഡ് എന്തിനാണ് എടുത്തതെന്ന് ഇനി മറുപടി പറയേണ്ടി വരും. നമുക്കറിയാം സിം കാർഡ്, നമ്മളിന്ന് സിം കാർഡ് എടുക്കാൻ പോകുമ്പോൾ എന്തെല്ലാം ഔപചാരികതയാണുള്ളത്. നമ്മളെ സിം കാർഡ് ഇപ്പോൾ നമ്മളെ വീട്ടിനകത്തുള്ള നമ്മുടെ കുടുംബം, നമ്മുടെ അച്ഛനമ്മയ്ക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് ആണെങ്കിൽ നമ്മളെ സിം കാർഡ് എടുത്ത് കൊടുക്കുക. വേറെ വീട്ടിലുള്ള ഒരാളുടെ എന്ത് ധൈര്യത്തിൽ നമ്മൾ സിം കാർഡ് എടുത്ത് കൊടുക്കും എന്നുള്ള സ്വാഭാവിക ചോദ്യമുണ്ട്. ഇക്കാലത്ത് ഫോൺ പോലും ചെയ്യാൻ ഒരാളിപ്പോൾ ചോദിച്ചാൽ നമ്മളൊന്നും കൊടുക്കാറില്ല. വളരെ കുറേ നാൾ കഴിഞ്ഞ വർഷം കണ്ടു, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വൈഫിനെ റിസീവ് ചെയ്യാൻ ചെന്നപ്പോൾ ഒരാളൊന്നും എടുത്തിട്ട് ഫോൺ തരുവരെ കോൾ വിളിക്കുകയാണ്. നമ്മൾ തരില്ല എന്ന് എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ഫോൺ കൊടുക്കും. വിദേശത്തേക്ക് പൈസ കടത്തിയെന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട്. 85 ലക്ഷം രൂപ. ലക്ഷം രൂപ. അത് എന്താണ്
ഈ ഗൾഫിലെ പണമാണ് മാറ്റി എക്സ്ചേഞ്ച് ചെയ്ത് വിട്ടതെന്ന് തോന്നുന്നല്ലേ? അതെ ആ അതെ രീതിയിലാണ്. അതെ ഗൾഫ് മണിയാണ് എക്സ്ചേഞ്ച് ചെയ്ത് വിട്ടിരിക്കുന്നത്. അത് എന്തിനാണ് എന്നൊക്കെ ദീർഘമായിരിക്കും. അതെ എന്തിനാണ് അത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ മാത്രമല്ല വീണക്കിനി നമ്മൾ ഈ ഒരു ആപ്പാടെ ഈ കറുത്തയുടെ 2 കോടിയിലധികം രൂപ കിട്ടുന്ന നമ്മൾ കരുതിയിരുന്നെങ്കിലും ആ. ഇപ്പൊ വരുന്നത് മൊത്തത്തിൽ ഈ ട്രാൻസാക്ഷൻ നടത്തിക്കുന്ന 20 കോടിയിലധികം രൂപ വരുന്നുണ്ടെന്നാണ്. അത് അതെ. കറുത്ത മാത്രമല്ല, അത് വേറെ ഒരുപാട് കാശ് വന്നിട്ടുണ്ടെന്നുള്ള മനസ്സിലായില്ലേ ഇടിക്ക്? അതെ അതാ അവിടെയാണ് റിയാസ് പറഞ്ഞില്ലേ ഒന്നുമില്ല എന്ന് പറയുന്നിടത്താണ് ഇത് മാത്രമേ ഉള്ളൂ. ഈ എക്സാലോജിക്കലിന്റെ നമുക്ക് നിയമപരമായി കിട്ടിയ 2.5 കോടിയോളം രൂപയ്ക്ക് മാത്രം നമ്മൾ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുന്നിടത്തു നിന്നാണ് 20 കോടി 20 കോടിയിലേക്ക് ഇനിയും അങ്ങോട്ട് ചിലപ്പോൾ 20 കോടി 200 കോടി 2000 കോടിയൊക്കെ ആയി മാറാനുള്ള സാധ്യത നിലനിൽക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിശാല സംസ്ഥാന സമിതി CPM-ന്റെ ചേരാൻ പോകുന്നു. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ സത്യം പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് പിടിമുറുക്കാൻ ശ്രമിക്കും. കാര്യം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഇപ്പം 4 കൊല്ലം ആയത് തന്നെ മുഹമ്മദ് റിയാസിൻ്റെ അതിവിശ്വസ്തർക്ക് തുടരാൻ വേണ്ടിയുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരുന്നത്. അപ്പോൾ DYFIയുടെ സംസ്ഥാന സമ്മേളനം വരുന്നു. നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിൻ്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും തീരുമാനിച്ചു കഴിഞ്ഞു, വിജിനെയും ചിന്താചാറോമിനെയും. മുഹമ്മദ് റിയാസ് ആര്യ രാജേന്ദ്രനെയാണ് യഥാർത്ഥത്തിൽ പ്രസിഡന്റായി കാണാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവിടെ ചിന്താചാറോം വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇന്നലെ ഞാൻ ഒരു CPM നേതാവിനോട് സംസ്ഥാന നേതാവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും നിശ്ചയിക്കുന്നത് DYFIയുടെ സംസ്ഥാന സമ്മേളനം. ലോകത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ചർച്ച ചെയ്യുന്ന പേരുകൾക്ക് മാറ്റമുണ്ടാകാം എന്നാണ് എൻ്റെ അടുത്ത സഖാവ് പറഞ്ഞത്. കാര്യം ഇനി നാളെ അപ്പം അത്തരം അന്തിമമായ ഒരു ഇടപെടൽ നടത്തി ആര്യയെ വീണ്ടും പ്രസിഡന്റ്, ചിന്താചാറോമിനെ മാറ്റി ആര്യയെ പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഈ വിഷയം വരുന്നത്. അപ്പോൾ റിയാസിന് ഇനി DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാവും. അദ്ദേഹം ദുർബലനായി പോകും. ദുർബലനായല്ലോ ഇതോടുകൂടി. അതെ, അതായത് ഇപ്പം ലാവ്ലിൻ കേസിന്റെ ആരോപണം പിണറായി വിജയന്റെ വന്നപ്പോൾ തന്നെ അന്ന് പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിസ്ഥാനത്തുള്ളിടത്തോളം കാലം ഒരു പദവിയിലും, അതായത് ഭരണപരമായ പദവികളൊന്നും അദ്ദേഹം വരത്തില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം കുറേ കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പോലുമില്ല. അവസാനം കോടതിയിൽ നിന്ന് വിടുതൽ കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയത്. അപ്പം നിലവിലെ ഈ സാഹചര്യത്തിൽ വീണ വിജയനും പിണറായി വിജയനും മുഹമ്മദ് റിയാസും എല്ലാം ഈ കേസിൽ പ്രതികളാകാൻ പോലും സാധ്യതയുണ്ട്. അപ്പം ഇവര് സിം കാർഡ് മാത്രം മതി, സിം കാർഡിന്റെ കേസ് മാത്രം മതി അവരെ. അപ്പൊ CPM-ന്റെ പ്രഖ്യാപിതമായ പ്രശ്നം വെച്ചിട്ട് റിയാസ് ഒരു കേസിന്റെ അല്ലെങ്കിൽ പ്രതിയാകാനുള്ള സാധ്യത കാണുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മളെ CPM-ന്റെ വിശാല സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനെതിരായ കുറ്റപത്രമാണ് കേന്ദ്ര കമ്മിറ്റി അവതരിപ്പിക്കുന്നത്. അതാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്, പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ. പക്ഷേ വിശാല സംസ്ഥാന സമിതിയിലെ ബഹുഭൂരിപക്ഷം ഉപയോഗിച്ച് വീണ്ടും പാർട്ടിയിൽ കരുത്തനാവുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. അതിനാണ് കോഴിക്കോട് വെച്ചിട്ട് ഈ വിശാല സംസ്ഥാന സമിതി നടക്കുന്നത്. തിരുവനന്തപുരത്തെ കൊച്ചിയിൽ നടത്താന്നുള്ളതിന് പകരം കോഴിക്കോട് നടത്തുന്നത് റിയാസിന്റെയും കൂടെ ഒരു ശക്തി. ഞാൻ ഈ വിശാല സംസ്ഥാന സമിതി സത്യം പറഞ്ഞാൽ കണ്ണൂർ നടത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. കാര്യം CPM-ന്റെ ഒരു ശക്തികേന്ദ്രമായ കണ്ണൂരാണ് അടവടലം പൊളിഞ്ഞത്. അപ്പം കണ്ണൂർ നടത്തി P ജയരാജനെ പോലെ ഒരു നേതാവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് അണികളെ കണ്ണൂരിലെ അണികളെ വീണ്ടും ശക്തമാക്കാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഈ വിശാല സംസ്ഥാനം. വേറൊരു രസകരമായ കാര്യം, സാധാരണഗതിയിൽ CPM-ൽ എന്തുണ്ടായാലും ചാടി വീഴുന്ന പ്രതികരിക്കുന്ന AK ബാലൻ, വിജയരാഘവൻ. അപ്പൊ ഞാൻ പറഞ്ഞത് കോഴിക്കോട് വിശാല സംസ്ഥാന സമ്മേളനം നടത്തുന്നത് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും പാർട്ടിയിൽ ഒന്നും കൂടെ ശക്തി പ്രാപിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പം ED ഇന്നലെ പുറത്തുവിട്ട കത്ത് അതിന് ഭയങ്കര എതിരാണ്. ശരിക്കും കുടുങ്ങി അവര്. വിശാല സംസ്ഥാന സമിതിയിൽ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും സഹാക്കൾ ചോദിച്ചാൽ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. മാത്രമല്ല പിണറായി വിജയൻ പണ്ടത്തെ പോലെ ശക്തനല്ല, ദുർബലനാണ്. നിങ്ങൾ സിം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ നന്ദലാൽ എന്ന് പറയുന്ന ആളിന്റെ പേര് ഉപയോഗിച്ച് സിം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സഹാവ് ചോദിച്ചാൽ ഇവർക്ക് മറുപടി പറയേണ്ടി വരും. അതേപോലെ 20 കോടിയുടെ ട്രാൻസാക്ഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അതായത് ഇതുവരെ പാർട്ടി സഖാക്കൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നതെല്ലാം പഴയ കാര്യങ്ങളാണ്. എക്സാലോജിക്ക് 20, 15, 1.5 കോടി. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഇവർക്ക് പറയാം ഇതിനെല്ലാം മുമ്പേ മറുപടി പറഞ്ഞാണ്, ഇനി മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പാർട്ടി ഫോറങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഇതൊരു പുകമറയാണ്. പക്ഷേ ED ഇപ്പം കുറേ പുതിയ കാര്യങ്ങൾ ഇന്നലത്തെ പത്രക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുക. ഈ പുറത്തുവിട്ടിരിക്കുന്നത് സഖാക്കൾക്ക് മുമ്പിലൂടെയാണ് എത്തുന്നത്. ധൈര്യമുള്ള സഖാക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹാക്കൾക്ക് ചോദിക്കാം. അല്ല, മാത്രമല്ല രമേഷ്, ഈ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാലോജിക്ക് അറിയാമായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ലേക്കർ ഇന്ത്യ കൊണ്ട് പുറത്തു വരുന്നത്. ഈ ലേക്കർ ഇന്ത്യ വരുമ്പോൾ ലേക്കർ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു, ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ED കണ്ടുപിടിച്ച കമ്പനിയല്ല. എൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഞാൻ ലേക്കർ ഇന്ത്യയെ പരാമർശിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു.
ഇതനുസരിച്ച് നമ്മൾ റിയാസിന്റെ സത്യവാങ്മൂലം പരിശോധിച്ചു. അതിൽ ഭാര്യയുടെ കമ്പനിയായ ഉണ്ട്. ലേക്കർ ഇന്ത്യ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിലൊരു 10 ലക്ഷത്തോളം എമൗണ്ടും ഇപ്പൊ ഒരു 10-14 ലക്ഷം രൂപ സർക്കാർ അത് അതെ. അപ്പം ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സത്യമായി ഇ ഡി കണ്ടുപിടിച്ച കമ്പനി അല്ല. പക്ഷേ അങ്ങനെയും കൂടെ പറഞ്ഞ് ഇ ഡിയെ ഇന്നലെ റിയാസ് വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്നാ പുറത്ത് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇരിക്കട്ടെ എന്ന് ലേക്കറിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തിയത്. ലേക്കറിന്റെ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മുറി എടുത്തിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. വല്ലപ്പോഴും ആരെങ്കിലും വന്നു പോകുന്നു എന്നാണ് ഹൗസ് ഓണർ തന്നെ പറയുന്നത്, ആ ബിൽഡിങ്ങിന് ഉടമസ്ഥൻ പറയുന്നത്. നല്ല വാടകയാണ്, വാടക കൃത്യമായിട്ട് തരുന്നുണ്ട്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും ഒരു എത്തും പിടിയില്ല. അതെന്ന് പറഞ്ഞാല് കടലാസ് കമ്പനികൾ നമ്മൾ പറയും, ഷെൽ കമ്പനി ചെറിയൊരു ബോർഡ് പ്രിന്റ് ഔട്ട് എടുത്ത് അവിടെ ചോരൊട്ടിച്ചിട്ട് ഒരു GST നമ്പറും കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ എക്സാലോജിക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കള്ളപ്പണ ഇടപാടുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വൈറ്റ് മണി തന്നെ വേണം. ഇപ്പോഴത്തെ മോദി സർക്കാർ വന്നിട്ടുള്ള ബാങ്കിങ് മാറ്റങ്ങളിലൊക്കെ കാരണം അതുകൊണ്ടാണ് ഈ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെ ഉണ്ടാകുന്നത്. അവിടെ ഒരു സേവനം ഇല്ലാത്തൊരു സേവനം കൊടുത്തു എന്ന് വരുത്തി തീർത്ത് അങ്ങനെ പൈസ മാറ്റി ആ പൈസ അക്കൗണ്ടിലാണ് വരുന്നത്, അതിന് ടാക്സ് കൊടുക്കുന്നു, അങ്ങനെ അതിനെ വൈറ്റാക്കി മാറ്റുന്ന ഒരു മറിമായമാണ് അവിടെ നടന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് എക്സാലോജിക്കിൻ്റെ കള്ളത്തനം വരുന്നത്? എക്സാലോജിക്ക് പിടിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ CMRLന്റെ ആദായ നികുതി വെട്ടിപ്പ്, ആദായ നികുതി വകുപ്പ് കണ്ടെത്തുന്നതുകൊണ്ടാണ്. കണ്ടെത്തുമ്പോൾ പിഴ അടയ്ക്കണം, അല്ലെങ്കിൽ അത് പിഴ അടയ്ക്കുന്നു. ആര്? നമ്മുടെ കർത്ത പിഴ അടയ്ക്കുന്നു. പിഴ അടയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറ്റം സമ്മതിക്കുകയാണ്. അതെ. പിന്നെ ഈ പിഴയടച്ച സംഭവം ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിലേക്ക് വരുന്നു. അപ്പോഴും ഈ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സേവനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അതാണ് ശരിക്കും വെട്ടിലായത്. ഒരു സേവനം എനിക്ക് ലഭ്യമായിട്ടില്ല വീണ വിജയൻ. അപ്പോഴാണ് ഇതിന്റെ ഒരു ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനുള്ള ഒരു തന്ത്രമാണ് എക്സാലോജിക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഈ പിന്നെ കോഴിക്കോട്ടെ സ്ഥാപനം അത് ഒരുപക്ഷെ ഹവാല പണം ഇടപാടിന് ഉപയോഗിച്ചതാണോ എന്നാണ് ഇപ്പൊ സംശയം. ഇതേപോലെ എന്തെങ്കിലും അഴിമതി എവിടെയെങ്കിലും ഒക്കെ സേവനം കൊടുത്തിട്ട് ലേക്കർ ഇന്ത്യ തന്നു എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി കാണിച്ചിട്ട് ആ പൈസ ഇങ്ങോട്ട് മാത്രമല്ല, ഇതിൽ നമ്മൾ വേറൊന്നും സംശയിക്കേണ്ടത് ലേക്കർ ഇന്ത്യ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് സാധനങ്ങൾ എന്തോ വിൽപ്പന നടത്തുന്നതാണ് വെപ്പ്. എനിക്ക് തോന്നുന്നു ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് മാൻ ക്രമക്കേട് കഴിഞ്ഞ സർക്കാർ നടന്നിട്ടുണ്ട്. അത് ഇതുവഴി വല്ല കമ്മീഷൻ കിട്ടിയ. പക്ഷെ അതിലുപരി ആ ലേക്കർ ഇന്ത്യയുടെ നമ്മൾ നോക്കി അതിൽ കുറെ പൊട്ടൻഷ്യൽസ് അതിന്റെ ഭാഗമായിട്ട് ബിസിനസ് ഏരിയാസ് ഉണ്ട്. അപ്പൊ ഇത് ആരോഗ്യവകുപ്പ് എനിക്ക് തോന്നുന്നില്ല ആരോഗ്യവകുപ്പിന്റെ എന്തെങ്കിലും അഴിമതി നടത്തുന്നതിലുപരി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന അഴിമതി പണം അത് എന്തെങ്കിലും ബിസിനസ് ചെയ്തു കൊടുത്തു എന്ന് വരുത്തി തീർത്ത് ആ പൈസ ഇങ്ങോട്ട് മാറ്റാനുള്ള. കാരണം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വ്യാപകമായി ഇവർ കൊള്ള നടത്തിയിരുന്നു. അപ്പൊ ആ പണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോടി നമ്മളെ അറിയുന്ന 20 കോടിയൊന്നും ആയിരിക്കില്ല, ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്ത് വരെ കാണാം. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ വിദേശത്ത് പോകുമ്പോൾ ഈ ഭാര്യയും മക്കളെയും പേരക്കുട്ടിയും എല്ലാം കൊണ്ടുപോകുന്നത് എന്തിനായിരുന്നു പലപ്പോഴും പല സംശയപ്പെടുന്നത്. നമ്മൾ ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് ചർച്ച ചെയ്ത ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു തീരുമാനമായിട്ട് അവരവതരിപ്പിച്ച AI ക്യാമറയാണ്. AI ക്യാമറയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ക്യാമറ കണക്ക് എന്നാ പറയേണ്ടി. പക്ഷേ ഒരു വിദേശത്തുള്ള ഒരാൾക്കാണ് ഇതിന്റെ കമ്മീഷൻ കിട്ടിയതെന്നും അതെ എല്ലാം അന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഒരു വലിയ അഴിമതിയായിരുന്നു ഇവിടെ പല കാര്യങ്ങളിലും നടന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത തന്നെ കണ്ടില്ലേ, ഡിജിറ്റൽ സർവേ നടത്താൻ വേണ്ടി ഉപകരണങ്ങൾ വാങ്ങിച്ചു 15,000 രൂപ വിലയുള്ള ഒരു ടാബ് പോലത്തെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ വേണ്ടി 2,85,000 രൂപ. അപ്പം അതൊരു അഴിമതി സാർവത്രികമായിരുന്നു. അപ്പം അങ്ങനെ അഴിമതി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വൈറ്റ് മണി ആയിട്ട് വേണം, പഴയ പോലെ പറ്റൂല, ബ്ലാക്ക് മണി പറ്റത്തില്ല. കാര്യം വസ്തു ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവർക്ക് വിദേശത്ത് വ്യവസായങ്ങളാണ്, അമേരിക്കയിലും ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ്, വേറെ ചില ദ്വീപുകളൊക്കെ ഉണ്ട്, ചില വിദേശ രാജ്യങ്ങളിൽ അവിടെ ഈ കള്ളപ്പണം നിക്ഷേപിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വിദേശത്ത് പോയി തിരിച്ചു വരുന്ന ഏത് വഴിയൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇവർ കൊണ്ടുപോകണ അതിവിശ്വസ്തന്മാരുടെ കൂടെ കൊണ്ടുപോകും. എന്തായാലും EDയുടെ ഇന്നത്തെ പത്രക്കുറിപ്പ് CPM-നെയും പിണറായി വിജയന്റെ കുടുംബത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഇനി ഇതുവരെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് മറുപടി നൽകാതിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ പറയാൻ പറ്റത്തില്ല പഴയ കാര്യമാണോ, സിം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പറയണ്ടേ. എന്തിനാണ് വേറൊരാളുടെ സിം ഉപയോഗിച്ചത്? അല്ല, അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണല്ലോ. അത് വേറൊരാളുടെ സിം എടുത്ത് ഉപയോഗിക്കുകയും അത് റൗട്ടറിൽ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് കോൾ വിളിച്ച് കാണും. അത് ഒരുപക്ഷെ വളരെ സാങ്കേതികമായ സംവിധാനങ്ങളുള്ള ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എവിടെ നിന്നാണ് എന്താണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്റർപോൾ അന്വേഷിക്കേണ്ട കേസാണ്. ഇത് CBI ഒന്നുമല്ല. CBI അന്വേഷിച്ചാൽ ചിലപ്പോൾ വീണ്ടും അന്തർധാരയൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാവും. ഇന്ത്യയിലെ പിന്നെ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി എന്ന് പറഞ്ഞാൽ CBI ആണ്. CBIക്ക് ആവശ്യപ്പെടാം ഇന്റർപോളിന്റെ അടുത്ത് ഈ വിദേശത്തുള്ള ഇവരെ പരിപാടികളെ കുറിച്ചൊന്നും ഡീറ്റെയിൽസ് എടുത്തു തരാൻ പറഞ്ഞാൽ തരും. എന്നാൽ പിന്നെ മാർസ്റ്റാറ്റ് പൊളി അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം CPM പാവപ്പാട് പിണറായി മാത്രമേ ഉള്ളൂ ഒരു നേതാവായിട്ട്, വേറെ ആരും നേതാക്കളായ വരുന്നവരെ സാധ്യതയുള്ള എല്ലാത്തിനെയും ഒതുക്കി. അതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്,
ഈ പ്രായപരിധിക്ക് 75 വയസ്സിൽ ഇവർ കട്ട് വെച്ചിട്ട് ഉം. ഇവർ യുവാക്കളെ പൊക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ബാക്ക്ഡോർ നിയമനങ്ങളാണ് ഡിവൈഎഫ്ഐയിലും എസ് എല്ലാം എഫ് ഐയിലും എല്ലാം എല്ലാം നടന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ സീനിയോറിറ്റിയും പരിധിയുമായിരുന്നു. ഈ ബംഗാളിലെ പാർട്ടി പോലും തകരാൻ കാരണം ഈ സീനിയോറിറ്റിയും ഈ ഇതെല്ലാം മാറ്റി കഴിവെല്ലാം മാറ്റി വെച്ചിട്ട് ഈ പെട്ടിയെടുപ്പുകാരന്മാരെ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് സംഭവിച്ചത് എന്താണ്? പെട്ടിയെടുപ്പുകാരെയാണ്. അതെ, ഇപ്പൊ പിണറായി വിജയന്റെ തന്നെ കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എന്നും അവിടെ ചെന്ന് മോളെമാനൊക്കെ കാണിച്ച് നിൽക്കുന്ന കുറെ അവരൊന്നും പേര് പറയുന്നില്ല. അവർക്കെല്ലാം ഒരുപാട് സാധനങ്ങൾ കിട്ടി, അനർഹമായ സ്ഥാനങ്ങൾ കിട്ടി. അവർ ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നല്ല കച്ചവടം പലയിടങ്ങളിൽ നടത്തുകയും ചെയ്തു. അതേസമയം ഇപ്പം തന്നെ നമുക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്താൽ അവർക്ക് ഇഷ്ടമുള്ളവരാണ് വരുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ പണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്നത് സീനിയർ ആളുകളായിരുന്നു, ഏറ്റവും സീനിയർ ആയ ആളുകൾ. ജില്ല പോലും നോക്കുക, അതായത് ജില്ലയ്ക്ക് കോട്ടയം ഉണ്ടെങ്കിൽ പോലും ആ ജില്ലയിൽ ഒഴിവ് വരുമ്പോൾ ആ ജില്ലയിലെ ഏറ്റവും വലിയ സീനിയർ നമുക്ക് തന്നെ തിരുവനന്തപുരത്ത് വളരെ സീനിയറായ സംസ്ഥാന സമിതി അംഗം M. വിജയകുമാറാണ്. അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചിട്ടേ ഇല്ല. ആനാവൂർ നാഗപ്പൻ വരുമ്പോൾ തന്നെ പുള്ളിക്കാണ് അവിടെ വരേണ്ടത്. ആനത്തലവട്ട ആനന്ദൻ കഴിഞ്ഞാൽ പാർട്ടിയിൽ തിരുവനന്തപുരത്തെ സീനിയറാണ്, അദ്ദേഹത്തിന് പറ്റിയില്ല. ഇനി കഴിഞ്ഞ തവണ കടകംപള്ളിയാണ് അല്ലെങ്കിൽ വിജയകുമാറാണ് വരേണ്ടത്, പക്ഷേ എത്തിയത് ആനാവൂർ നാഗപ്പനാണ്. അല്ല, അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ തവണ പക്ഷേ ആരെ എടുത്തൂല. ആനാവൂർ നമ്മൾ രണ്ടൊരു വ്യക്തിപരമായി സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് വർക്കല രാധാകൃഷ്ണൻ അത്രയും പ്രഗത്ഭനായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നിട്ടില്ല. ഇല്ല അതെന്നാണ് പറയാ. സത്യമാണെന്ന് അറിഞ്ഞൂടാ. സത്യമാണെങ്കിൽ അതിനെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കാര്യം അദ്ദേഹത്തിന്റെ മുകളില് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെക്കാൾ മിടുക്കന്മാരായിരുന്നു. ഇദ്ദേഹം ഒരു ജനകീയനാണ്, വർക്കല രാധാകൃഷ്ണൻ സംഘാടകനുമാണെങ്കിലും അദ്ദേഹത്തിനെ മറികടന്ന് മുകളിലുണ്ടായിരുന്ന അനിരുദ്ധൻ അവരെന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തില് അവരെ അതിന് അർഹരായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് താഴെ നിൽക്കേണ്ടി വന്നത്. ഇപ്പൊ കെ അനിരുദ്ധനെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തെ പോലെയുള്ളവരാണ് ഈ വർക്കലയുടെ മുകളിൽ നിന്നിരുന്നത്. അതുകൊണ്ട് വർക്കലയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. പറഞ്ഞാണ് ഈ M. വിജയകുമാറൊക്കെ ഉള്ള സമയത്ത് M. വിജയകുമാർ സീനിയറായ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. രണ്ടാമത് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ്. ആദ്യം EP ആണെന്നോ? അതെ, EP ആണ് ആദ്യം ആവുന്നത്. ഇപ്പൊ EP എന്ന കേന്ദ്ര കമ്മിറ്റി വരെ എത്തിയിട്ടുള്ളൂ. EP-യുടെ സീനിയോറിറ്റി വെച്ചാണെങ്കിൽ EP പോളിറ്റ് ബ്യൂറോ എത്തേണ്ടതാണ്. മാത്രമല്ല പിന്നെ G. സുധാകരൻ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ട് G. സുധാകരനെ സംസ്ഥാന സെക്രട്ടറിയിലാക്കാൻ വേണ്ടി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അല്ല, അതിന്റെ ഒരു കാര്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തെക്കാളും വളരെ ജൂനിയറായ തോമസ് ഐസക് ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടുത്തിയത് എനിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇരിക്കാൻ വയ്യാന്ന് അദ്ദേഹം നിലപാടെടുത്തു എന്നാണ് മനസ്സിലായിരിക്കും. എന്തായാലും അത് അത്തരം, അതായത് ഒരിക്കലും തോമസ് ഐസക്കിനെ G. സുധാകരനെയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, തോമസ് ഐസക്കിന് ഒരിക്കലും സ്വതന്ത്രമായി മത്സരിച്ച് ജയിക്കാൻ പറ്റൂല. G. സുധാകരന് ജയിക്കാൻ പറ്റി, തെളിയിച്ചു. അപ്പം G. സുധാകരന് അവിടെ അണികൾക്കിടയിൽ സ്വാധീനമുണ്ട്. പക്ഷെ ഈ സ്വാധീനമുള്ള G. സുധാകരനെ മറികടന്നാണ് തോമസ് ഐസക് കയറിപ്പോയത്. ഞാൻ പറഞ്ഞ ഈ പ്രായപരിധി ശക്തമാക്കി ഒരു ഹർഷിഷൻ സിംഗ് സുർജിത്ത് ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണല്ലോ ഇത് വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് പ്രകാശ് കാരാട്ടിനും സീതാറാം യെച്ചൂരിക്കും മുകളിലേക്ക് വരാനുള്ള ഒരു കുറുക്കൊഴിയായിരുന്നു. അതേസമയം ഹർകിഷൻ സിംഗ് സുർജിത്തിന് ശേഷം തന്നെ ആ പാർട്ടി പിന്തുടർന്നിരുന്ന പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ പാർട്ടി പോലും ഇന്ത്യയിൽ തകരില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു പോയിന്റാണ്. മാത്രമല്ല ഇവരെ ജ്യോതിബാസു ആ തലയെടുപ്പുള്ള നേതാക്കന്മാരെല്ലാവരും തലമുറങ്ങ് പോയി പ്രകാശ് കാരാട്ടും ഈ സീതാറാം യെച്ചൂരിയൊക്കെ വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും താഴെ തട്ടിലുള്ള അക്കാഡമിക് ഇവർ രണ്ടുപേരും സ്വന്തം നാട്ടിൽ പോയി പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ച് 10 വോട്ട് കിട്ടും. അത് അങ്ങനെ ഒരു അപജയം അവിടെ ഉണ്ടായി. അതേസമയം ഹർകിഷൻ സിംഗ് സുർജിത്തിന് ശേഷം VS അച്യുതാനന്ദനാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയെങ്കിൽ പോലും പാർട്ടി CPM എന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വർഗ ബഹുജന നിലപാടുള്ള ആളായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ VS അല്ലെങ്കിൽ തന്നെ ബംഗാളിലുള്ള ഏതെങ്കിലും മണിക് സർക്കാരിനെ പോലും ആ ഘട്ടത്തിലാക്കിയിരുന്നെങ്കിൽ ഒരു സീനിയറായ, പക്ഷേ സീനിയോറിറ്റി അവിടെ വെട്ടി. CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സീനിയോറിറ്റിയാണ്. അത് ഇനി തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇപ്പൊ 75 വയസ്സൊക്കെ എടുത്ത് കളയണം. ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ നിലനിർത്തണം, മത്സരിക്കാൻ അവസരം കൊടുക്കണം. അപ്പം മാത്രമേ യുവാക്കൾക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഫൈറ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ അവർക്കറിയാം, അടുത്ത തവണ ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാം 75 വയസ്സായ കുറെ പേര് ഇപ്പൊ പോവും, നമുക്ക് കയറാം എന്ന് പറഞ്ഞ് കുപ്പായം തെച്ചിരിക്കുന്നവരുടെ പാർട്ടിയായിട്ട് CPM മാറി. മാത്രമല്ല ഇങ്ങനെയാണ് പോകുന്നത്. അതായത് VD സതീശൻ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടുത്ത തവണ ജയിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ പാർട്ടി തീർന്നു. പിന്നെ ഈ വിഭാഗീയത ഇല്ലാതാക്കി എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പിണറായിസം മാത്രമായി പാർട്ടി മാറി. പിന്നെ പിണറായി തീരുമാനിക്കും. അങ്ങനെ വന്നപ്പോഴാണ് ഈ റിയാസും ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മേയർ പോലും, പഴയ മേയർ പോലും, ആര്യ രാജേന്ദ്രൻ പോലും
അവരുടെ വീട്ടിലെ നോമിനി ആയിരുന്നു എന്നാണ് പറയുന്നത്. ആണ് അവരുടെ ആണ്. വീട്ടിലെ നോമിനിയായിരുന്നു എന്നാണ്. ആണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇന്ന് രാജകുടുംബവുമായി വിധേയത്വം പുലർന്ന പണ്ട് രാജാവിന്റെ മുന്നിൽ ചെന്ന് സേവിച്ച് നിൽക്കുന്ന ആളിലൊക്കെ സാധനം കൊടുക്കുമായിരുന്നു അതെ, പറഞ്ഞിട്ടുണ്ട്. അതെ. അതിന്റെ വേറെ പതിപ്പായി മാറി ഇതെല്ലാം. CPM മാറി. മാറി. ഇനി അത് മാറണം. കോഴിക്കോട്ടെ സമ്മേളനത്തിൽ ഇപ്പോൾ EDയുടെ ഈ ചർച്ചകളൊക്കെ കാരണം അതിന് അവസരം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ ചോദ്യങ്ങൾ സഹാക്കൾ ചോദിക്കണം. ചോദിക്കുമോ, ആര് ചോദിക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യം. പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ട് രമേശ്. ഈ വിശാല സംസ്ഥാന സമിതിക്ക് മുമ്പ് നിർണായകമായ അറസ്റ്റുകളൊക്കെ നടന്നാൽ തീർന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വീണാ വിജയൻ അറസ്റ്റ് ചെയ്താൽ മതി. അടുത്ത ആഴ്ച അവർ വീണ്ടും ഹാജരാവരോട് ആവശ്യപ്പെടുന്നു. അന്ന് ചെല്ലുമ്പോൾ അറസ്റ്റ് ചെയ്താൽ ഈ സിം കാർഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഹവാലയുണ്ട്. മാത്രമല്ല കൃത്യമായ രീതിയിൽ വീണാ വിജയനെ ചോദ്യം ചെയ്താലേ തത്ത പറയുമ്പോൾ എല്ലാം പറയും. അല്ല, ഈ സിം കാർഡ് വന്നവിടെ ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഇവിടെ നടന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ സാമ്പത്തിക ഒരു കേസാണ് ഇത്. ഒരു മൊബൈൽ വേറൊരാളുടെ പേരിൽ എടുത്ത് ആ ഫോൺ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുക എന്ന് പറയുന്ന തരത്തിലേക്കാണല്ലോ കേസ് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ അതിലൊരു ക്രിമിനൽ ഗൂഢാലോചന വരെയാണ്. മാത്രം കോഴിക്കോട് സ്വന്തമായിട്ട് ഒരു ഓഫീസ് എടുത്തിട്ട് അവിടെ എന്താണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ആ ബിൽഡിങ്ങുള്ള മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല. ഇവരാരും ഇവിടെ വരാറില്ല പോലും. ഇവർക്കൊരു പാർട്ണറുണ്ട്, ഒരു അനീസ് എന്നോ മറ്റോ വന്ന ഒരാൾ. പക്ഷേ അയാൾക്ക് വേറെ ഒരു ബിസിനസ് ഉള്ള ഒരാളാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്ട് ED റെയ്ഡ് നടത്തിയ വീടുകളിൽ പെട്ടവരൊക്കെ തന്നെ പഴയ DFI നേതാക്കന്മാരാണ്. ഇവരെല്ലാവരും നഗരത്തിൽ ആഡംബര ഫ്ലാറ്റുള്ളവരും വീടും മറ്റും എല്ലാ സംവിധാനമുള്ളവരാണ്. ഇവർക്ക് കയ്യിലുള്ള വരുമാനം ഇവരുടെ കുടുംബ സ്വത്ത് തന്നെ ആയിരുന്നു എന്ന് അന്വേഷിക്കേണ്ടി വരും. കച്ചവടം നടത്തി ഉണ്ടാക്കിയതാണ്, ഇവരുടെ പാർട്ണർമാരാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. CPM ഒരു വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഇന്നലെ ED എന്തായാലും എത്തിയത്. ഈ അവരൊരിക്കലും ഇത്രയും പോയിന്റഡ് ആയിട്ടൊരു ആരോപണങ്ങൾ ED മുന്നോട്ട് വയ്ക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന് ആരും പ്രതികരിച്ചിട്ടില്ലല്ലോ. റിയാസ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിയാസിന്റെ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും സത്യം തെളിയുന്നൊക്കെ അല്ലാതെ ഈ സിം കാർഡിനെ പറ്റി കൂടെ റിയാസ് പറയണ്ടായിരുന്നു. ഈ സിം കാർഡ്, കൂട്ടുകാരന്റെ സിം കാർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ സിം കാർഡ് എന്തിനാണ് ഉപയോഗിച്ചത്, ചിലപ്പോൾ കൂട്ടുകാരനെ വാങ്ങിച്ചായിരിക്കും, ഒരു മറ്റേ ഇന്റർനെറ്റ് കണക്ഷനെ മറ്റേ വെറുതെ വാങ്ങിച്ചതും ആവാം. പക്ഷേ അത് പറയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനെല്ലാം അടിസ്ഥാനമായത് ED അന്ന് നടത്തിയ തിരുവനന്തപുരത്ത് നടത്തിയ നീക്കമാണ്. കാരണം ഈ ഇവിടെ നിന്ന് ക്ലിഫ് ഹൗസിൽ നിന്ന് ഒരു താമസം മാറി പുതിയ വാടക വീട്ടിലേക്ക് വന്ന് സാധനമെല്ലാം അടുക്കി വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവരങ്ങ് കയറി എടുത്തത്. അതുകൊണ്ടാണ് വീണയുടെ ആ ചുവന്ന ഡയറി അവർക്ക് കിട്ടിയത്. ആ ചുവന്ന ഡയറിയാണ്. അത് ഇനി നിഷേധിക്കാൻ പറ്റും. വീണയുടെ കൈപ്പടൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ ചുവന്ന ഡയറി തന്നെ ഈ വീണ ഇവര് സ്വാഭാവികമായിട്ട് ഇതൊക്കെ മാറ്റി വെക്കേണ്ടതാണ്. എങ്ങനെ ആ വീട്ടില് അവിടെ ED വന്ന ദിവസം കിടന്നു എന്നുള്ളതാണ്. ഇവിടെ ആരും വരില്ലെന്ന് കരുതി. പിണറായില്ലേ ഭയങ്കര ഇതല്ലേ, മറ്റേ ഡബിൾ ചങ്ങന്റെ വീടല്ലേ, ഇവിടെ ആര് വരാനെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ED ചെന്നപ്പോൾ അവർ കിടുക്കി കാണും. അല്ലെങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാർ നമുക്കൊരു അന്തർധാരയുണ്ട്, അതുകൊണ്ട് ഇവിടെ ആരും വരില്ല, നമ്മുടെ അമ്മമാരാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നിരിക്കാം. ED വരുമെന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിച്ചോ. ഈ പിണറായി വിജയന്റെ വീട് എല്ലാം മാളുടെ വാടക വീട്ടിൽ ED വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇവർ ശരിക്കും ഒരു കുടുങ്ങി. അതാണ് സംഭവിച്ചത്. ഏതായാലും ഇത് CPM സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയം തന്നെയായി മാറും എന്നുള്ള ഉറപ്പാണ്. പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇത് ജയിലിൽ പോകേണ്ടി വരുമെന്ന് നമ്മൾ സ്വാഭാവികം. EDയുടെ അടുത്ത നീക്കങ്ങളാണ് നിർണായകം. അതെ, എന്തായാലും ഈ എക്സാലോജി കേസിൽ ED ഇത്രയും നിർണായകമായൊരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ല. ഈ പത്രക്കുറിപ്പ് പോലെ. അതെ, അവര് പ്രകോപിതരായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ റിയാസ് പറയുന്നു ഒരു തെളിവ് അവന്മാർ കിട്ടിയിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ചാനലുകളിലൂടെ പ്രഖ്യാപിക്കുന്നു മഹതിയാണെന്ന് പറയുമ്പോൾ ED പ്രഖ്യാപിക്കുക അങ്ങനെയല്ല, നമ്മളാണ് മിടുക്കർ, മറുപടി പറയൂ എന്ന് പറഞ്ഞ് കുറെ സാധനങ്ങൾ ഇടുകയാണ്. അത് പിണറായിക്ക് വലിയ കുരിശീനയാണ്. അത് ഈ കൂട്ടത്തിൽ നമ്മൾ പരാമർശിക്കേണ്ട ഒരു വിഷയമാണ്. DYFIയുടെ സംസ്ഥാന സമ്മേളനം ഇന്നലെ തുടങ്ങിയല്ലോ തൃശ്ശൂരിൽ. അവിടെ നിന്ന് അവരെ ചില സ്വയം വിമർശനം നടത്തിയിട്ടുണ്ട് പ്രവർത്തന റിപ്പോർട്ടിൽ. കഴിഞ്ഞ 10 വർഷം നമ്മുടെ അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ നമ്മൾ അങ്ങ് ഇരുന്ന് പോയി, നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, തെറ്റുപോയി, നമുക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല, സംഘടനാപരമായ ഒരുപാട് കാര്യങ്ങൾ വീഴ്ചയുണ്ടായി, ശിഥിലീകരിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പാർട്ടി ശിഥിലീകരിച്ചു എന്നാണ് പറയുന്നത് പ്രസ്ഥാനം. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിഥിലീകരിച്ചു എന്ന് പറയുമ്പോൾ തീർന്നില്ല. യഥാർത്ഥത്തിൽ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും സഹാക്കൾ വളരെ ആർജവത്തോടെ ഇത്തരം ചർച്ചകൾ നടത്തണമെന്നുള്ളതാണ്. ഇപ്പം DYFIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഇപ്പോൾ കോട്ടയത്തും കണ്ണൂരിലും എല്ലാം വളരെ കൃത്യമായി തന്നെ ഇവർ അവിടെ അതിൽ പങ്കെടുത്ത പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ജില്ലാ സമ്മേളനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലോക്കലായിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കലായിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഈ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് പിണറായി വിജയന്റെ മോളെയോ റിയാസിനെയൊന്നും പരിചയമില്ലാത്തവരാണ്, വ്യക്തിപരമായി പരിചയമില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് പലതും തുറന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുന്ന പ്രതിനിധികളെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് മോഹമുള്ളവരാണ്. അതെ, MLA ആവാൻ ആഗ്രഹിക്കുന്നവരാണ്. പിണറായി വിജയന് ശേഷം പാർട്ടി നശിച്ചു പോയാലോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. അല്ല, അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇവർക്ക്
പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അതെ, കൂടെ അതെ, അവർക്കുണ്ടാവും. അതെ, അതെ. ഈ ഭയം അവരെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ചിലപ്പോൾ ഈ സംസ്ഥാന സമിതിയിൽ വലിയ വിമർശനമൊന്നും ഉയരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ആ. പക്ഷേ എന്നാലും ഈ പ്രവർത്തന റിപ്പോർട്ട് വളരെ അവരെ കുറ്റം പറയുകയാണ്. പക്ഷെ അവരെ കുറ്റം പറയുന്നതിലുപരി CPM-ന് എന്താണ് സംഭവിക്കുന്നത്, CPM-നെ തിരുത്താൻ DYFI ശ്രമിക്കണം. അല്ല, ഈ യുവജന പ്രസ്ഥാനങ്ങൾ, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYF ആണെങ്കിലും സ്വന്തം മാതൃപ്രസ്ഥാനത്തെ തിരുത്തൽ ശക്തിയായി അവർ പ്രവർത്തിക്കേണ്ട സംഘടനയാണ്. അതെ, അവരങ്ങനെ ചെയ്യാതെ ഈ എല്ലാ നേതാവിന്റെ ഞാനതാണ് പറഞ്ഞത്. DYFIയുടെ കുറ്റമല്ല DYFI പറയേണ്ടത്. DYFI ഈ സമ്മേളനത്തിൽ പറയേണ്ടത് CPM-ന് എന്തുകൊണ്ട് ഇതും പറ്റി, അതോടൊപ്പം CPM-നെ മാറ്റുക എന്നുള്ള ദൗത്യം. കാരണം നാളെ CPM-നെ നയിക്കേണ്ടതാണ് ഈ അവർ. അതെ, അതെ, ഇപ്പോഴേ പാർട്ടി അടവെല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ DYFIക്ക് എന്ത് അതെ, പ്രസക്തി? അതെ. അപ്പൊ DYFI ഇപ്പം അവരെ കുറ്റമല്ല പറയേണ്ടത്, അവര് പറയേണ്ടത് CPM-ന്റെ കുറ്റമാണ്. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പിണറായി വിജയനെതിരെ ആണ് സംസാരിക്കേണ്ടത്. എന്നാൽ മാത്രമേ DYFIക്കും ഗുണം ഉണ്ടാവുള്ളൂ, CPM-നും ഗുണം ഉണ്ടാവുള്ളൂ. ഗോവിന്ദമാഷ് അവിടെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോവിന്ദ മാഷിനെ വിമർശിക്കണം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പാർട്ടിയുടെ തോൽവി DYFI വളരെ നിശ്ചിതമായി തന്നെ ചർച്ച ചെയ്യുകയും എന്താണ് സംഭവിച്ചത്, അതിനുശേഷം പയ്യന്നൂരിലെ MLA അപമാനിക്കുന്ന തരത്തിൽ നടപടി എടുക്കുന്നു, കോടതിയിൽ പോകുന്നു, ജനവിധിയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് DYFI തന്നെ. മാത്രമല്ല, നമ്മൾ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ മാസം 29-ാം തീയതി പയ്യന്നൂരിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമുണ്ട് CPM-ന്. പിണറായിയാണ് പങ്കെടുക്കുന്നത്. അന്ന് പിണറായി അവിടെ പോയി എന്ത് പറയും മോഡായി? അതെ, എന്ത് പറയും? 23-ാം തീയതി കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനമുണ്ട്, റിയാസിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി. ഗോവിന്ദമാഷാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഈ കോഴിക്കോട്ടും പയ്യന്നൂരൊക്കെ ചെന്ന് അവിടുത്തെ പാർട്ടി പ്രവർത്തകരോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്? അല്ല, അതിലൊരു കാര്യമുണ്ട്. അവർക്കിപ്പോൾ CPM-ന് പ്രതിരോധം തീർത്തേ പറ്റൂ. ഒറ്റയടിക്ക് പിണറായി വിജയനെ തള്ളി പറയുക അത് പറ്റത്തില്ല. അതിനുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗമൊക്കെ നടത്തിയേ പറ്റൂ. പക്ഷേ പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് പോയി എന്താണ് പിണറായി വിജയൻ പറയുന്നു എന്നുള്ളതാണ്. പയ്യന്നൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിണറായി വിജയൻ അവിടെ പ്രസംഗിക്കാൻ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ വരെ വിവാദം മത്സരിക്കണം, ഞങ്ങൾ ചൂക്കം ചെയ്യാൻ പോകുന്നില്ല എന്നാണ്. 50,000 വോട്ടിന് CPM ജയിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പക്ഷെ അവിടെ തോറ്റ് തുന്നമ്പാട് ഈ പാർട്ടി യുവതനായിരുന്ന വ്യക്തി ജയിക്കുകയും ചെയ്തു എന്നുള്ളത്, കുഞ്ഞുകൃഷ്ണൻ മാഷ് ജയിച്ചു എന്നുള്ളത് വലിയ സംഭവമായിരുന്നു. പക്ഷെ അവിടെയും CPM ആണ് ജയിച്ചതെന്ന് സഹാക്കൾ പറയുന്നുണ്ട്. തളിപ്പറമ്പിൽ അതാണ് സംഭവിച്ചത്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ പിണറായി വിജയൻ തന്നെ ഒരു നേതാവായി അംഗീകരിച്ച വ്യക്തിയാണ്. അതെ. പക്ഷേ പയ്യന്നൂരിൽ ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെ കുഞ്ഞുകൃഷ്ണൻ അംഗീകരിച്ചിരുന്നില്ല. അതൊരു നേതാവല്ല, ഓക്കെ, അങ്ങനെയാ പറഞ്ഞത്, നിസ്സാരനായിട്ടാണ് കണ്ടിരുന്നത് അവിടെ. പക്ഷേ പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ വിജയിക്കാനുള്ള ഒരു പ്രധാന കാരണവും TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. എന്തായാലും നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ. കാരണം ഇന്ന് ഹൈക്കോടതിയിലും ചൊരങ്ങര കോടതിയിലുമൊക്കെ ഈ ട്രീ കട്ടർമാർക്ക് കിട്ടിയ വലിയൊരു പണിയുണ്ടായിരുന്നു, അഗസ്റ്റിൻ സഹോദരന്മാർക്ക്. ഹൈക്കോടതിയിൽ ഈ മറ്റേ ചൊരങ്ങര കോടതി നടന്നു വരുന്ന കേസ് അത് പിന്നെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരുന്നു. ഹൈക്കോടതി അങ്ങ് തള്ളിയിട്ട് ഇവർ ചൊരങ്ങര കോടതി ഹാജരാകേണ്ടതായിരുന്നു. അവിടെ ഇതിൽ ഒരു ആൾ മാത്രമേ, 3 സഹോദരന്മാരിൽ ഒരാൾ മാത്രമേ. ഹൈക്കോടതി പ്രധാനമായി പറഞ്ഞ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് പറഞ്ഞത്. വിചാരണ നേരിട്ടാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വിചാരണ ഒരു 2-3 മാസം കൊണ്ട് വിചാരണ തീരും, ശിക്ഷ വരും. അതെ, അവിടെയാണ് അവർ ഒരു പ്രതിസന്ധിയിലായിരിക്കും. ഇവർ ചൊരങ്ങര കോടതിയിൽ എത്തിയപ്പോൾ ഒരാളെ ഉള്ളൂ. അപ്പം കോടതി ചോദിച്ചു ബാക്കിയുള്ളവർ എവിടെയെന്ന് ചോദിച്ചു. റോജി അഗസ്റ്റിൻ മാത്രമേ ഉള്ളൂ, മറ്റു രണ്ടുപേരും എവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾ നിങ്ങളെ കളിയാക്കണം എന്നാണ് കോടതി ചോദിച്ചത്. അല്ല, അതെന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്ന് വന്നു, 2 പേര് വരായിരിക്കുമെന്ന് കുറ്റപത്രം വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കേസ് വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ കുറച്ച് 2 ദിവസം കൂടെ കിട്ടും. മാത്രമല്ല ഈ റോജി അഗസ്റ്റിൻ വെളിയിറങ്ങിയിട്ട് മാധ്യമങ്ങളോട് ചൂടാവുകയാണ്. മാധ്യമങ്ങളെ നേരാണ് അദ്ദേഹം കുതിര കയറുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിന് വേറെ കോടതിയുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. അത് നോക്കാൻ വേണ്ടിയാണ് ഇന്ന് ഒരാൾ ഹാജരാവാത്തത്. അപ്പോൾ അവർക്ക് ഇത് കേസ് എന്തായാലും മാറ്റിയില്ല, നാളെ അവർക്ക് സുപ്രീം കോടതി പോകാം. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് പണ്ട് പോലെ എത്രയോ ക്രിമിനൽ കേസുകളും വിചാരണയും കോടതിയൊക്കെ കഴിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മളെ സാധാരണക്കാരെ പോലെ അല്ലല്ലോ. അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് അവർക്ക് ഇതിലൊരു വിഷമം തോന്നുന്നില്ലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ റിപ്പോർട്ടർ ചാനലിലെ പിന്നെ അഗസ്റ്റിൻ സഹോദരൻ ഇന്ന് കോടതിയിൽ വന്നിരുന്നെങ്കിൽ ഇതിന്റെ വിഷ്വൽ ഒരു പക്ഷേ വൈകുന്നേരത്ത് എല്ലായിടത്തും പോകുമെന്ന് കണ്ടിട്ടുള്ളവരൊക്കെ വരാത്തതാണ്. അത് മാത്രമല്ല, വിചാരണ അവർ ഭയക്കുന്നു. വിചാരണ വന്നാലൊരു ചിലപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ ശിക്ഷ വരും. ശിക്ഷ വന്നാൽ അതിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. അതെ, ശിക്ഷ വന്നാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു വഞ്ചന കേസാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മുട്ടിലുള്ള മരം കൊണ്ട് ഒരു മുതലാളിക്ക് വിൽക്കുന്നു. അപ്പോൾ ഇത് തെറ്റായ വഴിയിൽ കൂടെ കിട്ടിയ മരം തന്നെ അടിച്ചേൽപ്പിച്ച് തന്നെ വിശ്വാസവഞ്ചന നടത്തി എന്നുള്ള കേസാണ്. അപ്പോൾ ഈ വഞ്ചന കേസ് ശിക്ഷിക്കപ്പെട്ടാനുള്ള പ്രശ്നം ഒറിജിനൽ മുട്ടിൽ മരമുറി കേസിനെ പോലും ഇത് സ്വാധീനിക്കും. അപ്പം ഇതൊരു ചതിയിലൂടെ സമ്പാദിച്ചെടുത്ത തടിയാണ് എന്ന് ഇവിടെ ഈ വിശ്വാസവഞ്ചന കേസിൽ തെളിഞ്ഞാൽ അത് മറ്റേ വന നിയമങ്ങളൊക്കെ വരുന്ന മറ്റേ കേസിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിചാരണ ഉടനെ തീരാൻ ഇവർ
ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ അല്ല, മനസ്സിലാക്കുന്നത്. അതാണ് കൃത്യമായി ഇന്ന് കോടതി പരിഗണിക്കുന്ന സമയം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ മറ്റേ മരമുറി കേസ് എന്ന് പറഞ്ഞാൽ അതിൽ വനംവകുപ്പിലെ കുറേ ഉദ്യോഗസ്ഥരൊക്കെ ഇവരെയൊക്കെ സഹായിച്ചിട്ട് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുക, മറ്റേ പോലീസിനെ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഈ ആന്റോ ആന്റണിയെ ആദ്യം അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞ് ഇയാളെ ഒന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ഇന്നിപ്പം അപ്പം- അങ്ങനെ ആർക്കും ഇടപെടാൻ പറ്റില്ല. അപ്പം ഈ കാരണം ഇവര് വിശ്വാ- നിരന്തരം കോൺഗ്രസ് വിമർശിക്കുകയാണ്. അപ്പൊ ഈ വിശ്വാസവഞ്ചന കേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. കേസാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ തന്നെ വളരെ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഒന്നിനൊന്ന് പുതിയ പുതിയ സംഭവങ്ങൾ എന്താണ് സംഭവിക്കുക, ഇ ഡി എന്താണ് ചെയ്യാൻ പോണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അതാണ് അപ്രതീക്ഷിത നീക്കങ്ങളാണ് ഇടിയുടേത് എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിലുമൊക്കെ തന്നെ വലിയ വലിയ വാർത്തകൾ ഈ മെസ്സി വിവാദത്തിൽ ഇനി ഇ ഡി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. അറിയാനും പറ്റില്ല. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമസ്കാരം.